ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാബു. ഞാൻ ബഹ്റിനിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് ഈശോ ഈ മാസത്തെ ബൈബിൾ റീഡിംഗ് മാരത്തോണിൻ്റെ സമയത്ത് തന്ന ഒരു വിളി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ബൈബിൾ വായിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ ബൈബിൾ റീഡിങ്ങിന് മുമ്പുള്ള സോങ് സ്റ്റാർട്ടായി. അങ്ങനെ റീഡിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായേ ഞാൻ ബൈബിൾ വായിക്കാൻ കണ്ണാടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതിരിക്കുന്നതാണെങ്കിൽ പള്ളിയിൽ വൈഫ് ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണാടി എടുക്കാൻ വേണ്ടി വൈഫിൻ്റെ അടുത്തേക്ക് ഓടി. ആ സമയത്ത് ബൈബിൾ റീഡിങ്ങിന് മുമ്പുള്ള പാട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കണ്ണാടി എടുത്തു, തിരിച്ചോടി. പക്ഷെ എന്താ ചെയ്താലും ഈ സ്ഥലത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും അവിടെ എത്താൻ പറ്റില്ല എന്ന്. അങ്ങനെ ഈശോ എന്നൊരു വിളി ഞാൻ ഉറക്കെ വിളിച്ചു. അപ്പോൾ ആ സമയത്ത് ഈശോയും വിശുദ്ധ അരത്തസ് പുണ്യവാളനും എൻ്റെ മുന്നിൽ വന്നു നിന്നു. അങ്ങനെ രണ്ടുപേരും കൂടി എന്നെ ബൈബിൾ വായിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തി. സെന്റ് എരത്താസ് മിഡിൽ ഈസ്റ്റിൽ ജീവിച്ച് മരിച്ച് രക്തസാക്ഷിയായ ഒരു വിശുദ്ധനാണ്. ഇവിടെ എൻ്റെ ജോലി കാരണം പള്ളിയിലെ ഒരു മിനിസ്ട്രികളിലും പങ്കെടുക്കാൻ പറ്റാറില്ല. ബഹ്റിൻ കത്തീഡ്രലിൽ സെന്റ് എരത്താസ് വിശുദ്ധനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പള്ളിയിൽ ബൈബിൾ വായിക്കാനാണ് വിളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെ പോകും, എന്ത് ചെയ്യും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഒക്ടോബർ മാസത്തെ ജപമാലയുടെ അവസാന ദിവസത്തെ ഫാമിലി സെൽ കൂട്ടായ്മ കൂടലായിരുന്നു. അങ്ങനെ ആ ദിവസത്തെ ജപമാലയ്ക്ക് ശേഷം ഞങ്ങളുടെ കോർഡിനേറ്റർ മറ്റൊരു അനൗൺസ് ചെയ്തു, പള്ളിയിൽ ബൈബിൾ വായിക്കുവാൻ താല്പര്യമുള്ളവർ പേര് കൊടുക്കാനും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കത്തീഡ്രലിൽ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ ഇന്ന് പള്ളിയിൽ ലെക്ചർ മിനിസ്ട്രിയുടെ ഇൻസ്റ്റാളേഷനും റിന്യൂവലും ആയിരുന്നു. അപ്പോൾ അതിലൊരാളായി ദൈവം എന്നെയും തിരഞ്ഞെടുത്തു. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങ് സ്തുതിക്കുകയും ആരാധിക്കുകയും ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്നു.